യെസ്, നമ്മുടെ മിഗാൽ സ്റ്റാർ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സോ എന്താണ് ആ ഒരു കാര്യം? അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എപ്പോഴും ലൈക്ക് ചെയ്യാൻ പറയാനുള്ള കാരണം നിങ്ങൾക്കറിയാം, അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതായത് ഞാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരും തന്നെ ലൈക്ക് ചെയ്യില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ പറയുന്നത്. സോ 200 ടാർഗറ്റ്, അവിടേക്ക് മാക്സിമം ഒന്ന് എത്തിക്കാനായി ശ്രമിക്കുക. യെസ്, സോ അതിൽ നമ്മുടെ മിഗാൽ സ്റ്റാറുടെ വാക്കുകളാണ് ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, അതായത് ഈ ഒരു ഫാൻസ്, അതായത് ആ ഒരു സ്റ്റേഡിയത്തിൽ വന്നിരുന്ന ഫാൻസ്, അവർ ഈ ഒരു രീതിയിൽ ചാൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ എങ്ങനെ ഞങ്ങൾ ജയിക്കാതിരിക്കുമെന്നാണ് മിഗാൽ സ്റ്റാർ പറയുന്നത്. ഉറപ്പായിട്ടും ഇതിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടണം, ഇതിൽ കൂടുതൽ സപ്പോർട്ട് എന്നല്ല, ഇതുപോലെ തന്നെ സപ്പോർട്ട് കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടാകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരണം എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത്. നമ്മളോട് അങ്ങനെ അഭ്യർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റാലും വിജയിച്ചാലും നമ്മളെപ്പോഴും അവിടെ തന്നെയുണ്ട്. ഏതൊരു റിസൾട്ടാണെങ്കിലും നമ്മളവിടെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫാൻസ് കുറച്ചുകൂടെ കൂടിയെന്ന് വരും. സോ എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ ഇതുപോലത്തെ വളരെ മികച്ച പെർഫോമൻസാണ് ഇനിയും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ അടുത്ത മാച്ച്, ഹോം മാച്ച് വരുന്നത് ബംഗളൂരു എഫ് സിയുമായിട്ടുള്ള മാച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മാച്ചാണ്. എല്ലാ മാച്ചിനെ പോലൊരു മാച്ച് മാത്രമാണ് എനിക്കിത്. അതല്ലാതെ ഇതിന് എക്സ്ട്രയായിട്ട് ഇത് ഭയങ്കര ഞങ്ങളുടെ ചീരവൈരികളാണ് അങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ആവശ്യമൊന്നുമില്ല. ഇത് നോർമൽ മാച്ച്. ചില മഞ്ഞപ്പടയുടെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് കേട്ട് മറ്റുള്ളവരും അതിങ്ങനെ പിടിച്ച് പൊക്കിക്കൊണ്ട് നടക്കും. ഞങ്ങൾക്ക് ബംഗളൂരുമായിട്ട് മാത്രം വിജയിക്കണം. മംഗളൂരുമായിട്ട് മാത്രം വിജയിച്ചാൽ എന്ത് കാര്യമാണ്? നമ്മളിവിടെ ISL ഷീൽഡിനും അതുപോലെ ISL കപ്പിനും സൂപ്പർ കപ്പിനും ഡ്യൂറൻ കപ്പിനൊക്കെ വേണ്ടിയാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ AFC മികച്ച പ്രകടനം കാഴ്ചവെക്കാനാണ്. അല്ലാതെ ബംഗളൂരു FC എന്താ പറയുക, അവരോടുള്ള വൈരാഗ്യം തീർക്കാനോ അവരുടെ ഫാൻസിനോടുള്ള വൈരാഗ്യം തീർക്കാനോ അവരുടെ പ്ലേയേഴ്സിനോടുള്ള വൈകാര്യം തീർക്കാനോ ഒന്നുമല്ല. അദ്ദേഹം, അതായത് ഒരു മഞ്ഞപ്പടയിലെ വ്യക്തി സുനിൽ ഛേത്രി അങ്ങനെയാണ്, അല്ലെങ്കിൽ ഗുർപ്രീത് സിംഗ് സന്ധു, അവർക്കെതിരെയൊക്കെ ഒരു മോശ പ്രയോഗം നടത്തി നമ്മൾ കണ്ടതാണ്. അതായത് അവരെന്തോ ഡിസ്ക്രിമിനേഷനോ അങ്ങനെ, ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല അതിൻ്റെ ആ ഒരു വാക്ക് പുള്ളി പറഞ്ഞത്. സോ അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പായിട്ട് അവരുടെ ആ ഒരു കളിയിൽ അവർക്ക് ജയിക്കണമെന്നൊരു മെൻറ്റാലിറ്റി അവർ ഉറപ്പായിട്ടും കാണിക്കും. ബട്ട് ഇങ്ങനെയൊന്നും അതുപോലത്തെ ലെജൻഡറി പ്ലേയേഴ്സ് ഒരിക്കലും ചേരില്ല. സോ എന്തായാലും ആ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു മാച്ചിനെ കാണാൻ പാടില്ല. എല്ലാ മാച്ചും എങ്ങനെയാണോ അതുപോലെ രീതി നമുക്ക് കാണാം. ഒരുപക്ഷെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടുള്ള മാച്ച് അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മാച്ച് നിങ്ങൾ അങ്ങനെ കണ്ടു. കാരണം കൊൽക്കത്തയിലും കേരളയിലുമാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഫുട്ബോളിനുള്ളത്. സോ അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതാണ് ഒരു എൽ ക്ലാസിക്കോ അല്ലെങ്കിൽ വേറെ ലെവൽ മാച്ച് എന്നൊക്കെ പറയാം. അല്ലാതെ ബംഗളൂരു 10,000-15,000 പോലും സീറ്റ് നിറയാത്തൊരു സ്റ്റേഡിയമാണ് ബംഗളൂരുവിൻ്റെ. സോ അവരും നമ്മളൂടെ എന്തോ ആണ് എനിക്കറിയില്ല. സോ എന്തായാലും അങ്ങനെയൊന്നും ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ എല്ലാ മാച്ചിനെ പോലെ ഒരു ബംഗളൂരു മാച്ചുള്ളൂ. സോ എന്തായാലും ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. എന്നാലും മികച്ച പെർഫോമൻസ് വരണം. സോ വീഡിയോത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക്, അടുത്ത വീഡിയോ കാണുന്നതിന് ഗുഡ് ബൈ.